നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ശ്രീജിത്ത് പണിക്കർ, അഖിൽ മാരാർ എന്നിവരുമായി ചർച്ച നടത്തി ബി.ജെ.പി. 2020 സ്ഥാനാർത്ഥിയായ അഖിൽ മാരാർ കൊട്ടാരക്കരയിൽ മത്സരിച്ചേക്കും. എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഇഷ്ടമുള്ളിടത്ത് മത്സരിക്കാമെന്ന് ശ്രീജിത്ത് പണിക്കരെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ശ്രീജിത്ത് പണിക്കർ തയ്യാറല്ല എന്നാണ് വിവരം. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അലക്സ്, അങ്ങനെ ഈ തിരഞ്ഞെടുപ്പ് അടുക്കും തോറും ഇത്തരത്തിൽ വിവിധ ആളുകളെ പാർട്ടിയിലേക്കൊക്കെ എത്തിച്ച് സ്ഥാനാർത്ഥികളാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബി.ജെ.പി. എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അഖിൽ മാരാർ 2020യുടെ ചുവട് പിടിച്ച് മത്സരിക്കുമെന്നുള്ളതിൽ ഉറപ്പായിട്ടുണ്ടോ? ഒപ്പം തന്നെ ശ്രീജിത്ത് പണിക്കരുടെ ആ ഒരു അഭിപ്രായം മാറാനുള്ള സാഹചര്യമുണ്ടോ? എങ്ങനെയാണ് വിവരങ്ങൾ? പ്രവിധ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. വിസ്മയങ്ങളും സർപ്രൈസുകളും പ്രതീക്ഷിക്കാമെന്നാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഈ നീക്കങ്ങൾ തെളിയിക്കുന്നത്. അഖിൽ മാരാർ നമുക്കറിയാം, ബിഗ് ബോസ് വിന്നറാണ്. അദ്ദേഹത്തിന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പിന്തുണ അദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെയാണ് ശ്രീജിത്ത് പണിക്കരും. ചർച്ചകളിൽ ബി.ജെ.പിയുടെ മുഖമായൊക്കെ പ്രത്യക്ഷപ്പെടാറുണ്ട് അദ്ദേഹം. ശ്രീജിത്ത് പണിക്കർക്കും സമൂഹ മാധ്യമങ്ങളിൽ വലിയ ഫോളോവേഴ്സ് ഉണ്ട്, വലിയ പിന്തുണയുള്ള വ്യക്തിത്വമാണ് ശ്രീജിത്ത് പണിക്കരും. ഇരുവരുമായി ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം ചർച്ച നടത്തി. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാകുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തി എന്നുള്ളതാണ് 24-ന് ലഭിക്കുന്ന വിവരം. അതായത് ബി.ജെ.പി. സംസ്ഥാനത്തെ വിജയ സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനത്തിന് പുറത്തുള്ള ഒരു ഏജൻസി കേരളത്തിൽ സർവേ നടത്തുന്നുണ്ട്. ആ സർവേയിൽ വന്ന പേരുകളിൽ പ്രധാനപ്പെട്ട അഖിൽ മാരാരുടെയും ശ്രീജിത്ത് പണിക്കരുടേതുമാണ്. അവർ ബി.ജെ.പി. സ്ഥാനാർത്ഥികളായി മത്സരരംഗത്തുണ്ടെങ്കിൽ അവർക്ക് വിജയിക്കാനാകും, മുന്നേറ്റം ഉണ്ടാക്കാനാകുമെന്ന സർവേ വിലയിരുത്തുന്നു. ആ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ബി.ജെ.പി. നേതാക്കൾ ഇരുവരുമായി സംസാരിച്ചത്. അതിൽ അഖിൽ മാരാർ ബി.ജെ.പി. ടിക്കറ്റിൽ മത്സരിക്കുന്നതിന് വിമുഖത അറിയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം എൻ.ഡി.എയുടെ ഭാഗമാകാൻ തയ്യാറാണ്. പക്ഷേ 2020യുടെ ഭാഗമായി മത്സരിക്കാമെന്ന് അദ്ദേഹം സമ്മതിച്ചതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുമായി ബന്ധപ്പെട്ട് സാബുവും ജേക്കബുമായി അഖിൽ മാരാർ ചർച്ച നടത്തിയതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അദ്ദേഹം 2020 സ്ഥാനാർത്ഥിയായി എൻ.ഡി.എ ബാനറിൽ കൊട്ടാരക്കരയിൽ നിന്ന് ജനവിധി തേടും എന്നുള്ളതാണ് ഈ നിമിഷം പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വിവരം. അദ്ദേഹത്തിന്റെ 2020 പ്രവേശനം 2-3 ദിവസത്തിനുള്ളിൽ ഉണ്ടാകും എന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അഖിൽ മാരാർ 2020യിലേക്ക് അദ്ദേഹം എൻ.ഡി.യുടെ ഭാഗമായി കൊട്ടാരക്കരയിൽ നിന്ന് ജനവിധി തേടുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രീജിത്ത് പണിക്കരുമായി ബന്ധപ്പെട്ടാണ്. ശ്രീജിത്ത് പണിക്കരുമായും ബി.ജെ.പി. സംസ്ഥാന നേതൃത്വവും പ്രധാനപ്പെട്ട നേതാക്കളും ചർച്ച നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് 31 എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഇഷ്ടമുള്ള മണ്ഡലം അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാം. അതായത് വട്ടിയൂർക്കാവ് ഉൾപ്പെടെ ഏത് മണ്ഡലം വേണമെങ്കിലും അദ്ദേഹത്തിന് ചൂസ് ചെയ്യാമെന്ന ഓഫറാണ് അദ്ദേഹത്തിന് മുന്നോട്ട് വെച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തോട് നേരത്തെ തന്നെ വിമുഖത കാണിക്കുന്ന ആളാണ് ശ്രീജിത്ത് പണിക്കർ. അദ്ദേഹം അതിനോട് നോ പറഞ്ഞു. അതായത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് താനില്ല എന്ന് അദ്ദേഹം ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചതായാണ് വിവരം. അതിനുശേഷം അദ്ദേഹത്തിന് നിയമം വരെ ഓഫർ ചെയ്തു എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചന. അതായത് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന സീറ്റാണ് നേമം നിയമസഭാ മണ്ഡലം. നേമം നിയമസഭാ സീറ്റ് വരെ ശ്രീജിത്ത് പണിക്കർക്ക് ഓഫർ ചെയ്തു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. പക്ഷേ അദ്ദേഹം അതിന് സമ്മതിച്ചതായി ഈ ഘട്ടം വരെ വിവരമില്ല. അദ്ദേഹം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ല എന്ന പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്താണെങ്കിലും ഈ രണ്ടുപേരുമായി ബി.ജെ.പി. നേതൃത്വം ചർച്ച നടത്തിയിട്ടുണ്ട്.